ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമ്മുടെ മുഖം പെട്ടെന്ന് തന്നെ നമുക്ക് നിറവും തിളക്കവും ഉള്ളതാക്കി എടുക്കാൻ വേണ്ടി പറ്റും. പെട്ടെന്നുള്ള മുഖത്തുള്ള കരിവാളിപ്പെല്ലാം മാറിയിട്ട് ഒറ്റ യൂസ് തന്നെ നല്ലൊരു നിറവും തിളക്കവും കിട്ടാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. അതെല്ലാവരുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ പെട്ടെന്നൊന്ന് മുഖം ഒന്ന് തിളക്കിയെടുക്കണം. ഒരു പെട്ടെന്ന് ഗസ്റ്റെല്ലാം വരുന്നുണ്ടെങ്കിൽ, ഡള്ളായിട്ടുള്ള മുഖമെല്ലാം ആണെങ്കിൽ പെട്ടെന്നൊന്ന് തിളങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാന്നുള്ളത് നമുക്ക് വീഡിയോ. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ് കേട്ടോ. 1/2 ടേബിൾ സ്പൂണോളം കോഫി പൗഡർ എടുക്കുക. ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കുക. ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല. ഏത് കോഫി പൗഡർ ആയാലും സാരമില്ല. ഇതിലേക്ക് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയുടെ വെള്ളയാണ്. മഞ്ഞ ആഡ് ചെയ്യാൻ പാടില്ല കേട്ടോ. വെള്ള മാത്രം എടുക്കുക. വെള്ള മാത്രം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിനൊരു സ്മെല്ല് ഉണ്ടാവുമെന്നല്ലോ നിങ്ങൾ വിചാരിക്കും. പക്ഷേ ഒരു സ്മെല്ലും ഉണ്ടാവില്ല കേട്ടോ. ഇതിൽ നമ്മൾ ഈ കോഫി ഇട്ടത് കൊണ്ട് തന്നെ കോഫീൻ്റെ സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കുക. അപ്പോൾ ഞാൻ ഒരു മുട്ടയുടെ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ചെറുനാരങ്ങ നീരാണ്. ഈ ചെറുനാരങ്ങ നീരും കൂടി ഇടുന്നത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ സ്മെല്ല് ഉണ്ടാവില്ല കേട്ടോ. അതാരും പേടിക്കണ്ട. അരമുറി ചെറുനാരങ്ങ നീരും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് തന്നെയുള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, വേറൊന്നുമില്ല. ഈ 3 സാധനം എന്ന് പറയുന്നത് നമ്മുടെ മുഖത്തിന് പെട്ടെന്ന് തന്നെ നിറം വെക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണിത്. ഇത് വീക്കിലി നിങ്ങൾക്കൊരു 3 പ്രാവശ്യമെല്ലാം ചെയ്താൽ, 1 മാസം നിങ്ങൾ കണ്ടിന്യൂ ചെയ്താൽ മുഖം പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റ് കിട്ടാൻ വേണ്ടി സഹായിക്കും. അതായത് പെർമനൻ്റായിട്ട് കളർ വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു 3 സാധനം നമ്മൾ നന്നായി ബീറ്റ് ചെയ്തെടുക്കണം. ബീറ്റ് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുട്ട ഒന്ന് പതഞ്ഞ് വരണം. ആ ഒരു രീതിക്ക് വേണം നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കണം. കോഫിയും ചെറുനാരങ്ങ നീരും മുട്ടയും നന്നായി ബീറ്റായിട്ട് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇത് അപ്ലൈ ചെയ്താൽ ഇതിനനുസരിച്ചുള്ള ആ ഒരു റിസൾട്ട് കിട്ടും. അപ്പോൾ ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാനൊരു 5 മിനിറ്റിൻ്റെ മേലെ ഞാനിത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം 5 മിനിറ്റിൻ്റെ മേലെ നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കുക. എന്നാലും മാത്രമേ അത് കറക്റ്റായിട്ട് കിട്ടൂ, ആ ഒരു പരുവായിട്ട് കിട്ടൂ. ഇനി നമുക്കിത് മുഖത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മുഖം ഒന്ന് നല്ലോണം കഴുകി എടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിത് അപ്ലൈ ചെയ്തെടുക്കേണ്ടത്. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ജെലാറ്റിൻ ആഡ് ഉണ്ടെങ്കിലുണ്ടല്ലോ, ഇതൊരു പീൽ ഓഫ് മാസ്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് നമുക്കിങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടി പറ്റും മുഖത്തുനിന്ന്, ജെലാറ്റിനും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നേരം 2 കോട്ടായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. കാരണം ഇത് നല്ലൊരു വാട്ടറി ആയിട്ടാണല്ലോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളിത് 2 കോട്ടായിട്ട് ഇട്ട് കൊടുക്കണം. അതായത് ആദ്യം ഒന്ന് ഇട്ടാൽ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അതൊന്ന് ഉണങ്ങും. ആ 5 മിനിറ്റ് കൊണ്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ മേലെ വീണ്ടും നമ്മളൊന്ന് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നന്നായി ഡ്രൈ ആയതിൻ്റെ ശേഷമാണ് നമ്മളിത് റിമൂവ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡ്രൈ ആകുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയതിനു ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം എത്രത്തോളം റിസൾട്ട് നമുക്ക് ഉണ്ടാവുന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നന്നായി ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഇതൊരു വലിഞ്ഞ് പിടിക്കുന്ന പോലെ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ജെലാറ്റിൻ ആഡ് ചെയ്താൽ നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ആ ഒരു രീതിക്കാവും ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് നമ്മളിത് റിമൂവ് ചെയ്യേണ്ടത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല കേട്ടോ. റിമൂവ് ചെയ്യുന്നത് വരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല. സംസാരിച്ച മുഖത്ത് ചുളിവ് വരാൻ സാധ്യതയുണ്ട്. കാരണം അത്രയും ഒരു പറ്റി നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാകുക. ഫുള്ളായിട്ട് അത് നമ്മളെ സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സംസാരിക്കരുത്. അപ്പോൾ ഇനി നമുക്ക് ഇത് സാധാരണ വെള്ളത്തിലാണ് കഴുകിക്കളയേണ്ടത്. കഴുകിക്കളയുമ്പോൾ മെല്ലെ മെല്ലെ ഒന്ന് വെള്ളം തട്ടിച്ചിട്ട് മസാജ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഏറ്റവും ഒരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഈ ഒരു ഫേസ് പാക്കിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, സ്കിന്ന് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആവും. അതായത് ബേബി സോഫ്റ്റ് സ്കിന്ന് എന്ന് പറയൂലേ, ആ ഒരു രീതിക്ക് സ്കിന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ പെട്ടെന്നൊരു ഗ്ലോ വരാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. പിന്നെ കോഫീനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഒരുവിധ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സാധനം എന്ന് പറയുന്നത് കോഫിയാണ്. അപ്പോൾ ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങ് തുടച്ചളയാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസ് തന്നെ ഒരു ഷെയ്ഡല്ലോ നമുക്ക് നിറം കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് മാത്രമല്ല സ്കിന്ന് നല്ല സോഫ്റ്റ് ആവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ മറ്റേ കൈനേക്കാളും ഈ ഒരു കൈ ഒരു ഷെയ്ഡ് നിറം വെച്ചിട്ടുണ്ട്. അത് ഒറ്റ യൂസിലുള്ളതാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ നമ്മൾ 3 ദിവസം ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന നല്ലൊരു പാക്കാണിത്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുക. ട്രൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ കമൻറ്റ് ചെയ്യരുത്. ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് എത്രത്തോളം സൂട്ടാവും എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ചിലർക്ക് ഇതിലും കൂടുതൽ റിസൾട്ട് കിട്ടും, ചിലർക്ക് റിസൾട്ട് കുറവായിരിക്കും. എങ്കിലും നല്ലൊരു ഫേസ് പാക്കാണിത്. പക്ഷേ നിങ്ങളിത് കണ്ടിന്യൂസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു നിറം നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് കിട്ടൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.